നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ഉണ്ടായ ദുരൂഹതകൾ ഇനിയും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും കെട്ടടങ്ങിയിട്ടില്ല. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റേത് കൊലപാതകം തന്നെയാണ് എന്നുള്ള തരത്തിലാണ് കേരളത്തിൻ്റെ പൊതുബോധം ചെന്ന് നിൽക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു മരണം തന്നെയായിരുന്നു ADM നവീൻ ബാബുവിൻ്റേത്. എന്നാൽ ഈ മരണത്തിലെ ദുരൂഹതകൾ അകറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഇതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ച ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലുമെല്ലാം ഉണ്ടായ ധാരാളം തെളിവുകളുടെ പൊരുത്തക്കേടുകൾ കുടുംബത്തെ ഈ മരണം ആത്മഹത്യയല്ല ഒരു കൊലപാതകമാണ് എന്നുള്ള സംശയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ പൊതുബോധത്തെയും അത്തരത്തിൽ ഒരു സംശയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയായിരുന്നു. ഈ മരണത്തിൻ്റെ ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ആ ഹർജി സമർപ്പിച്ചത്. എന്നാൽ പരമ്പരാഗത CPM കുടുംബമായ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ നിന്ന് നവീൻ ബാബുവിനെ പോലെ അസിസ്റ്റന്റ് കളക്ടറായ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ മരണപ്പെട്ടിട്ടും CPM ഈ കാര്യത്തിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല അതിനെ കോടതിയിൽ എതിർക്കുകയും ചെയ്തു. ഈ കേസ് കൊലപാതകമാണ് എന്ന് വീട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ അതും കേരള പോലീസ് അന്വേഷിക്കാം എന്ന് തന്നെയാണ് കേരള പോലീസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാരും ഇതേ നിലപാട് തന്നെ എടുത്തിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരള പോലീസ് വളരെ ഭംഗിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുവരെയും കുറ്റമറ്റ അന്വേഷണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് CBI അന്വേഷണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് കഴിഞ്ഞ 12-ാം തീയതി വിശദമായ വാദം കേട്ടതിന് ശേഷം CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഉത്തരവിറക്കുവാൻ വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ പല ദുരൂഹതകളുമാണ് കേരളീയ പൊതുമനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബമായ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇങ്ങനെയൊരു ആവശ്യം, അത് നവീൻ ബാബുവിനെ പോലെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാൾ മരിച്ചിട്ടും അതിന് CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് CPM പുറംതിരിഞ്ഞു നിൽക്കുന്നു? ഇവിടെയാണ് നവീൻ ബാബു ജോലി ചെയ്തിരുന്ന കണ്ണൂരിലെ CPM-ഉം കണ്ണൂരിലെ ചില ഭൂമാഫിയകളും കോറി മാഫിയകളുമെല്ലാം ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. കേവലം ആകസ്മികമായ ഒരു സംഭവമായിരുന്നില്ല PP ദിവ്യ എന്ന് പറയുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്നതും നവീൻ ബാബുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചതുമെല്ലാം. അത് കൃത്യമായി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ്. അതായത് PP ദിവ്യ നവീൻ ബാബുവിനെ കുറിച്ച് ഈ ചടങ്ങിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കും, അവഹേളനാപരമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കും. ഈ ആരോപണങ്ങൾ അത്രയും താൻ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ കൊണ്ട് പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നവീൻ ബാബുവിനെതിരെ മാനസിക പീഡനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കും. അങ്ങനെ ആ വീഡിയോ പ്രചരിച്ചതിൻ്റെ പേരിൽ തനിക്കുണ്ടായ മാനസിക വിഷമത്തിൽ നിന്നും നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായൊരു ശ്രമമാണ് PP ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന് PP ദിവ്യയെ പ്രേരിപ്പിച്ചതും PP ദിവ്യയ്ക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും CPM-ലെ തലതൊട്ടപ്പന്മാർ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസിനെ തന്നെ ഉയർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് കണ്ണൂർ നിവാസികളും പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നവീൻ ബാബുവിനെ CPM-ന്റെ കണ്ണൂർ ലോബിയിലെ ഒരു വിഭാഗം ആളുകൾ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതാരൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, ഊഹാപോഹങ്ങൾ മാത്രമാണ്. എന്നാൽ ചില വസ്തുതകൾ കൃത്യമായി പഠിക്കുമ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള ചില സൂചനകൾ ലഭ്യമാകാം. അത് ഒരിക്കലും പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിലും അത്തരത്തിലുള്ള ചില സംശയങ്ങളിലേക്ക് ഈ കേസ് വിരൽ ചൂണ്ടുമ്പോൾ എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമല്ല എന്ന് കേരളീയർ വിശ്വസിക്കുക? ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് PP ദിവ്യ ഒരു ചടങ്ങിൽ കയറി വന്നിട്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി വന്നുകൊണ്ട് നവീൻ ബാബുവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ നവീൻ ബാബുവിന് അതിൽ നിന്നുള്ള മാനസിക വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത്.
അതായത് അത് കൃത്യമായി ഇങ്ങനെ ഒരു മൊഴി ഉണ്ടാക്കുവാൻ വേണ്ടി, വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് പി ദിവ്യയെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം വിശ്വസിക്കുന്നത്. ഇവിടെയാണ് നവീൻ ബാബുവിൻ്റെ കണ്ണൂരിലെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും പുറത്തു വരുന്നത്. ഈ രഹസ്യങ്ങൾ അടങ്ങിയ 2 ഫയലുകളാണ് നവീൻ ബാബു സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഫയലുകളിൽ അടങ്ങിയിരുന്ന വിവരങ്ങൾ തന്നെയാണ് കണ്ണൂരിലെ ഭൂമാഫിയകളെയും കോറി മാഫിയകളെയും മറ്റ് സംരംഭകരെയുമെല്ലാം ഉറക്കം കെടുത്തിയിരുന്ന കാര്യങ്ങൾ. നവീൻ ബാബു കണ്ണൂരിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഫയലുകൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ആ ഫയലിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ കണ്ണൂരിലെ CPMൻ്റെ തന്നെ നിലനിൽപ്പിന് ദോഷകരമാകും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനടക്കം നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തെ അനുഗമിച്ച് പത്തനംതിട്ടയിലുള്ള CPMക്കാരെ കൂട്ടുപിടിച്ച്, നവീൻ ബാബുവിൻ്റെ വീട്ടുകാരും CPMക്കാർ തന്നെയായിരുന്നു. അങ്ങനെ പാർട്ടി നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു, പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല എന്നുള്ള ധാരണയിൽ പാർട്ടി നമുക്കൊപ്പം നിൽക്കും എന്നുള്ള വിശ്വാസത്തിൽ മണിക്കൂറുകൾക്കകം തന്നെ വളരെ ആസൂത്രിതമായി നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോലും സാധ്യതയില്ലാതെ ദഹിപ്പിച്ചു കളയുന്നു. ഇതും കൃത്യമായൊരു അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തെ അനുഗമിച്ച് പത്തനംതിട്ടയിൽ മലയാലപ്പുഴയിൽ ചെന്നതും മണിക്കൂറുകൾക്കകം തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിച്ചതും വളരെ ആസൂത്രിതമായ പദ്ധതിയായിരുന്നു. കാരണം നവീൻ ബാബുവിൻ്റെ മൃതദേഹം വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായും അത് പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ദഹിപ്പിക്കണം എന്നുള്ള അജണ്ട അവിടെ നടപ്പാക്കപ്പെടുകയായിരുന്നു. ഇതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇവിടെയാണ് കണ്ണൂരിലുള്ള വീണാമണി എന്ന് പറയുന്ന ഒരു യുവതി, അതും ഒരു പൊതുപ്രവർത്തക, നവീൻ ബാബുവിനെ അടുത്തറിയാമായിരുന്ന കണ്ണൂരിലെ ഒരു പൊതുപ്രവർത്തക, പത്തനംതിട്ടയിൽ മലയാലപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെ, നവീൻ ബാബുവിൻ്റെ അനുജനോടും മറ്റുള്ള ചില ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൃതദേഹം ഒരിക്കൽ കൂടി നിങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടതാണ്. കാരണം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരിക്കുന്നതല്ല, കൃത്യമായ തെളിവുകളുണ്ട്, അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണ്. പക്ഷേ അന്ന് അതാരും ചെവിക്കൊണ്ടില്ല എന്നാണ് വീണാമണി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ക്രൈം ഓൺലൈനോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആരാണ് നവീൻ ബാബുവിനെ ഭയപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരിലെ സമുന്നതരായ CPM നിരകളിൽ പല ആളുകളും അതിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ് PP ദിവ്യ എന്ന് പറയുമ്പോൾ PP ദിവ്യയ്ക്ക് വേണ്ടി ആണോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കിയത് എന്നുള്ള ചോദ്യം സംശയത്തിൻ്റെ മുന്നിൽ തന്നെയാണ്. എന്നാൽ PP ദിവ്യ ചെറിയ ഒരു പരൽമീൻ മാത്രമാണ്. വമ്പൻ സ്രാവുകളും തിമിംഗലങ്ങളുമാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് വീണാമണിയുടെ മൊഴികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എവിടെയെങ്കിലും ഒരു കൊലപാതകമോ മരണമോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സംശയദൃഷ്ടിയോടുകൂടി കാണുകയും പരിസര പ്രദേശത്തിലുള്ള ആളുകളെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന പോലീസുകാർ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദുരൂഹമായൊരു മരണം നടന്നിട്ടും നവീൻ ബാബുവിനെ ചില ഗുണ്ടകൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ്, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്ന് വീണാമണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസുകാർ വീണാമണിയെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? ഇതുപോലെ നിരവധി ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇഴചേർന്നിരിക്കുന്ന ഈ കേസിൽ നവീൻ ബാബുവിനെ ആരാണ് ഭയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നവീൻ ബാബു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വയനാട്ടിലും കണ്ണൂരിലും നടന്ന ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ തന്നെയാണ് നവീൻ ബാബു കണ്ടെത്തിയത്. ഒരു പ്രൈവറ്റ് ഡാറ്റ അനാലിസിസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നവീൻ ബാബു ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലാരിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് 5000 കോടി രൂപയുടേതെങ്കിലും തട്ടിപ്പ് ഭൂമി ഇടപാടിൽ വയനാട്ടിലും കണ്ണൂരിലും നടന്നിട്ടുണ്ട്. കണ്ണൂരിലെ TTK ദേവസ്വം ഉൾപ്പെടെയുള്ള 1000 കണക്കിന് ഏക്കർ ഭൂമികൾ എങ്ങനെയാണ് CPMൻ്റെ ബിനാമികളുടെ കയ്യിലേക്ക് വന്നു ചേർന്നത്, അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അറിയാതെ യാതൊരു കാര്യങ്ങളും ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഭൂമാഫിയകളുടെ, കോറി മാഫിയകളുടെ ഇടപാടുകൾ. കണ്ണൂരിൽ പല സ്ഥലത്തും റിസോർട്ടുകൾക്ക് വേണ്ടി വരെ സർക്കാർ ഭൂമികൾ പതിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് വരെ ഇത്തരം ഇടപാടുകളിൽ പങ്കുണ്ട്, അദ്ദേഹത്തിന് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്, ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള പല രേഖകളും നവീൻ ബാബുവിൻ്റെ ഫയലിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം PP ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ
കയറി വന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും കളക്ടർ അതെല്ലാം കേട്ട് ചിരിച്ചു കൊണ്ടിരുന്നത്. എനിക്കിട്ട് പണിയാൻ നോക്കി നിനക്ക് ഇങ്ങനെ ഒരു പണി ഇരിക്കട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ കളക്ടർ അവിടെ ചിരിച്ചു കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്നാണ് പിന്നീട് കേരളീയ പൊതുബോധം മനസ്സിലാക്കിയത്. അതായത് കളക്ടറും കണ്ണൂരിലെ സമുന്നതരായിട്ടുള്ള ചില CPM നേതാക്കളും എല്ലാം ചേർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു അവസ്ഥ നവീൻ ബാബുവിന് ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ സംശയം ബലപ്പെടുന്നത്. ഇവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെയും കുടുംബത്തിൻ്റെയും പങ്ക് സംശയിക്കപ്പെടുന്നത്. MP ഗോവിന്ദൻ്റെ മകനുമായി മുമ്പ് ഒരു സിനിമ ചലച്ചിത്ര സംവിധായകയും നിർമ്മാതാവുമായി ഉണ്ടായിരുന്ന ചില പണ ഇടപാടുകൾ, കോടിക്കണക്കിന് രൂപയുടെ പണ ഇടപാടുകൾ സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്ന ചില ആളുകൾ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും അടുത്തിടെ നടന്ന ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ഇടപാടുകളുടെ രഹസ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം MP ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നത്. അല്ലെങ്കിൽ ആദ്യം CBI അന്വേഷണത്തെ CPMൽ നിന്നും എതിർത്തത് പിണറായി വിജയനല്ല, MP ഗോവിന്ദൻ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. MP ജയരാജൻ നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തെ അനുഗമിച്ച് പത്തനംതിട്ടയിൽ മലയാലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നതും അവിടെയുള്ള CPM നേതാക്കളുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കകം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കി നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നതും പിന്നീട് MP ഗോവിന്ദൻ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടെടുക്കുന്നതുമെല്ലാം വളരെ ദുരൂഹമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ CBI തന്നെ അന്വേഷിക്കണം എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം മനസ്സിലാക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല, ആർക്കൊക്കെയോ അതായത് CPMലെ സമുന്നതരായ ആർക്കൊക്കെയോ ഇതിൽ പങ്കുണ്ട്, നേരിട്ടും അല്ലാതെയും പങ്കുണ്ട്. അവർ എന്തിനെയോ ഭയക്കുന്നു. ആ ഭയപ്പാട് അകറ്റുവാൻ വേണ്ടി നവീൻ ബാബുവിനെ തീർത്തതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസിനെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ തന്നെയാവാം. അതുകൊണ്ടാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് കൊടുത്ത സത്യവാങ്മൂലത്തിലുമെല്ലാം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല. കോടതി ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഏർപ്പാടാക്കിയ അഭിഭാഷകൻ ജോൺ റാൽഫിൻ്റെ കൃത്യമായ ആർഗ്യുമെൻ്ററി റിപ്പോർട്ട്, വിശദമായ ആർഗ്യുമെൻ്ററി റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ചു. മാത്രമല്ല അദ്ദേഹം ഉയർത്തിയ പല വാദങ്ങളും കോടതി കേട്ടു. ഇനി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് മാത്രമാണ് കേരളം ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം ദുരൂഹതകൾ തന്നെ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് എന്ന ഒരു അനുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നത്? നാട്ടിലെ അരാജകത്വവും അക്രമവും അഴിമതിയും മൂടിവെക്കാൻ വേണ്ടി ഇനിയും പല നവീൻ ബാബുമാരെ ഇത്തരത്തിലുള്ള ആളുകൾ കൊലപ്പെടുത്തിയേക്കാം. അങ്ങനെ ഇനിയും കറകളഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാർക്കും ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയെങ്കിലും ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് CBI വരേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിന് കൃത്യമായൊരു നടപടി ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം.